ശ്രീകൃഷ്ണ ഭഗവാനെ അവഹേളിക്കുന്ന മന്തി പരസ്യങ്ങൾക്ക് പിന്നിൽ സംസ്ഥാന വ്യാപക ഗൂഢാലോചന. ചേർത്തലയ്ക്കും കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും പിന്നാലെ മലപ്പുറത്തും ഉണ്ണിക്കണ്ണനെ മാംസത്തിന് മുന്നിലിരുത്തി എന്റെ കയ്യിൽ കിട്ടിയ പിന്നെ അവനെ ജീവനോടെ കാണില്ല. ജിഹാദികൾ മലപ്പുറം അങ്ങാടിപ്പുറം പോരാടം പാലത്തെ യമാമ ഷവായ ഹോട്ടലാണ് വിഷു മന്തി പരസ്യം നൽകിയത്. ഹോട്ടൽ ഉടമകളായ മുസ്തഫയും ഷാഹുൽ ഹമീദും മുഹമ്മദ് ഷാഖിലും അറസ്റ്റിലായിട്ടുണ്ട്. നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് ഇനി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. ഇതൊരു നിഷ്കളങ്കമായ പരസ്യമായി നമുക്ക് കാണാൻ സാധിക്കില്ല. കാരണം ഹൈന്ദവ അവഹേളനം തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. പക്ഷേ അത് ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരം. ഹിന്ദു ഭഗവാന്മാരെയും അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസത്തെയും തന്നെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ സംസ്ഥാന വ്യാപകമായി തന്നെ ഇത് മലപ്പുറം മാത്രമല്ല കോഴിക്കോട് ഉണ്ടായിട്ടുണ്ട്, ചേർത്തല ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി തന്നെയാണ് ഈ ഹൈന്ദവ വിശ്വാസത്തെയും അല്ലെങ്കിൽ ഭഗവാന്മാരെയും എല്ലാം അവഹേളിക്കുന്ന തരത്തിൽ വിഷുദിനത്തോടനുബന്ധിച്ച് പലവിധ ഹോട്ടലുകൾ ഇത്തരത്തിലൊരു പോസ്റ്റർ ഇറക്കിയിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ പാകിസ്ഥാൻകാരനാണോ? മലപ്പുറത്ത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് നടപടിയെടുത്തിട്ടുള്ളത്. അതായത് മലപ്പുറം അങ്ങാടിപ്പുറം തിരൂർക്കാടാണ് ഇത്തരത്തിൽ വിഷുമന്തിയുടെ പരസ്യം നൽകിക്കൊണ്ട് പോരാടം പാലത്ത് പ്രവർത്തിക്കുന്ന യമാമ ഷവായ സെന്റർ മയിൽപ്പിലി ചൂടിയ കണ്ണന്റെ മന്തി പ്ലേറ്റിന് മുന്നിലിരിക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചത്. ഇത് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ തോതിൽ പ്രചരിക്കുകയും ഹിന്ദു ഐക്യവേദി അതുപോലെ വിശ്വ ഹിന്ദു പരിഷത്ത് തുടങ്ങിയ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലൊരു പ്രതിഷേധമുണ്ടാവുകയും ചെയ്തു. ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു 3 ഹോട്ടൽ ഉടമകളായ 3 പേർക്കെതിരെ പോലീസ് നടപടിയെടുത്തിട്ടുള്ളത്. മങ്കട പോലീസാണ് ഇവർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത്. സാധാരണ ഞാൻ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. തുടങ്ങിയ പിന്നെ ജയിച്ചേ അടങ്ങും. Game over, bloody Gramavasis.